സ്പെഷ്യൽ കൊഴുക്കട്ടയാണ്. എല്ലാവരുടെയും ഒരു പ്രിയപ്പെട്ട വിഭവമാണല്ലോ അല്ലേ കൊഴുക്കട്ട. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കൊഴുക്കട്ടയും ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാ അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഓശാന സ്പെഷ്യൽ ആയിട്ടും കൂടിയാണ് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഓശാന ഞായറാഴ്ച ഉണ്ടാക്കും, മറ്റു സ്ഥലങ്ങളിൽ അതിൻ്റെ തലേദിവസം ശനിയാഴ്ചയാണ് ഉണ്ടാക്കാറ്. അതിന് കൊഴുക്കട്ട ശനിയാഴ്ച എന്നും പറയും. അപ്പോൾ എല്ലാവർക്കും ഓശാനയുടെ മംഗളങ്ങൾ നേരുന്നു. അപ്പോൾ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. കൊഴുക്കട്ടയ്ക്കുള്ള ഫില്ലിംഗ് ആദ്യം തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ചിരണ്ടിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങയും നെയ്യും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇനി ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ഇങ്ങനെ ചേർത്തിരിക്കുന്നത്. ഇനി അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അതൊരു 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അവസാനം വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, അതല്ലെങ്കിൽ ഒരു 10-12 ഏലക്ക എടുത്ത് പൊടിച്ച് ചേർത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചുക്കുപൊടി കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, ജീരകവും ഏലക്കപ്പൊടിയും മാത്രം ചേർത്താലും മതി. ഇനി ഇതിനകത്തുള്ള ശർക്കരയുടെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുന്നത് വരെയാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിൽ കൂടുതൽ നേരം നമ്മളിത് വരട്ടിയെടുത്തു കഴിഞ്ഞാൽ കൊഴുക്കട്ടയുടെ ഫില്ലിംഗ് ഭയങ്കര ഹാർഡായി പോകും. ഇപ്പോൾ ഇവിടെ ശർക്കരയുടെ ചെറിയ പീസുകളൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പാനിൽ തന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കേണ്ട. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി കൊടുക്കാം. നമ്മളിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഇവിടെ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇവിടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വെള്ളത്തിന് ഉപ്പ് കുറച്ചൊന്ന് മുമ്പിൽ നിൽക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണയും ചേർക്കാവുന്നതാണ്. നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് അരിപ്പൊടി വെള്ളത്തിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആകെ കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, അങ്ങ് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്താൽ മതി. പച്ചപ്പൊടിയൊന്നും കാണാത്ത വിധത്തിൽ നന്നായിട്ട് തവി കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് തവി കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടായിട്ടിരിക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം. എയർ ഒന്നും പുറത്തേക്ക് പോകാത്ത വിധത്തിൽ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ അടച്ചു വെക്കാം. ഇനി ഈ സ്റ്റൗവിൽ നിന്നും ഇതെടുത്തൊന്ന് മാറ്റിയും കൂടെ വെക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മാവിന് നല്ല ചൂടുണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ തന്നെ വെച്ച് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. മാവ് നല്ല ചൂടായതുകൊണ്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈ മുക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും. നമ്മളിത് ചൂടോടുകൂടി തന്നെ കുഴച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിൻ്റെ ഔട്ടർ കവറിങ് ഇങ്ങനെ പൊട്ടിപ്പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ ഇതൊരു 3-4 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. ഇനി കൈയൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. തുറന്നു വെക്കാതെ എപ്പോഴും ഇതൊന്ന് അടച്ചു വെക്കാനായിട്ട് ഓർക്കണം. ഇനി ഇവിടെ കുറച്ച് മാവ് എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാ മാവും ആദ്യം തന്നെ ഞാനിവിടെ ഉരുട്ടി വെക്കുന്നില്ല. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാവൊക്കെ അങ്ങ് തണുത്തു പോവും. അപ്പോൾ ഓരോ മാവെടുത്ത് ഉരുട്ടിയതിന് ശേഷം അപ്പം തന്നെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ്. കയ്യിൽ വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് ഉരുട്ടിയെടുക്കാം.
നമുക്ക് കനം കുറച്ച് ഇതുപോലെ ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല കനം കുറച്ച് നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിംഗ് മാത്രം വെച്ചാൽ മതി. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ബോളാക്കി ഉരുട്ടുമ്പോൾ അതാകെ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കും. ഇനി ഇത് പതുക്കെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൊട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നല്ല ഷേപ്പാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ ക്രാക്കുകളൊക്കെ ഉള്ളത് നമുക്ക് അപ്പം തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിവിടെ കൊഴുക്കട്ട നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കണം. ഇനി ബാക്കിയുള്ള കൊഴുക്കട്ടയെ നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 10 കൊഴുക്കട്ടകളാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇവിടെ ഒരു അപ്പച്ചെമ്പിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്നു. വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൊഴുക്കട്ടകൾ ഓരോന്നായിട്ട് നമുക്ക് എടുത്തു വെക്കാം. ഇതെടുത്ത് വെക്കുന്ന സമയത്തും എന്തെങ്കിലും ക്രാക്കുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കൊഴുക്കട്ടകളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം. ഇനി സ്റ്റീം നന്നായിട്ട് വന്നതിന് ശേഷം ഒരു 10-12 മിനിറ്റ് അത്ര ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാം വെന്ത് കിട്ടും. അപ്പം നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു 12 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3-4 മിനിറ്റ് നേരം ഇതിനകത്ത് തന്നെ വെച്ചിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ആവി കയറി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഇതെടുത്ത് മാറ്റാൻ നോക്കി ഇത് ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു 3-4 മിനിറ്റ് സമയം കഴിഞ്ഞു. നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടകളാണ്. നമുക്കിത് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സുന്ദരി കൊഴുക്കട്ടകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഓശാന പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ. ഓമനക്കൈയിലൊലി വിലക്കൊമ്പുമായി ഓശാന പെരുന്നാൾ